Hi all, welcome to EduBliss Learning. So ഇന്നത്തെ വീഡിയോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ CUET നമ്മൾ എക്സാം റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇഷ്ടം പോലെ കോഴ്സസ് അവൈലബിൾ ആണ്. സോ നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകതയാണ് അവിടെയുള്ള ക്യാമ്പസ് എന്താണ്, നല്ല അടിപൊളി നല്ല വൈബുള്ള ക്യാമ്പസാണ്. സോ നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ ഡൊമൈൻ സബ്ജക്റ്റ് കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. സോ CUETയിൽ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡൊമൈൻ സബ്ജക്ട്സ് വേണം. ഡൊമൈൻ സബ്ജക്ട്സ് വേണം. ഈ ഡൊമൈൻ സബ്ജക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അവിടെ അഡ്മിഷൻസ് ലഭിക്കുക. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് കോഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് BSc ഹോണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആണ്. സോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് 40+28 അറൗണ്ട് 78 സീറ്റ്സോളം ഇവിടെ മാത്തമാറ്റിക്സിൽ അവൈലബിൾ ആണ്. സോ ഇതിന് വേണ്ടിയിട്ട് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടതാണ് മാത്തമാറ്റിക്സ് മാത്രം റൈറ്റ് ചെയ്താൽ അവിടെ നമുക്ക് BSc മാത്തമാറ്റിക്സിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഒരു അടിപൊളി കോഴ്സാണ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതാൻ എന്തൊക്കെയാണ് ആവശ്യം? മാത്സും വേണം, ഫിസിക്സും വേണം. സോ എന്താണ് ആവശ്യം? മാത്സും ഫിസിക്സും വേണം. നെക്സ്റ്റ് ആണ് ഒരു BA കോഴ്സിലേക്ക് നോക്കാം. നെക്സ്റ്റ് പോണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് BA എക്കണോമിക്സ്. സോ ഇതും ഹോണേഴ്സ് കോഴ്സാണ്, അതായത് 4 ഇയർ പ്രോഗ്രാമാണ്. സോ ഇവിടെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള 40ഓളം സീറ്റുകൾ അവൈലബിൾ ആണ്. സോ എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടാൻ എക്കണോമിക്സും വേണം, ബിസിനസ് സ്റ്റഡീസും വേണം. ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും നമ്മളൊരു ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്താൽ മാത്രമാണ് ഇവിടെ പോണ്ടിയിൽ നമുക്ക് BA ഹോണേഴ്സ് ഇൻ എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടുക. നെക്സ്റ്റ് വണ്ണാണ് BCom. നമ്മളെല്ലാവരും നല്ല ഹൈ ഡിമാൻഡുള്ള കോഴ്സാണ് BCom, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. സോ BComൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ എന്തൊക്കെ വേണം? അക്കൗണ്ടൻസി വേണം. അതുപോലെ അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസോ എക്കണോമിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റ് അറ്റംപ്റ്റ് ചെയ്താൽ നമുക്ക് എവിടെ അഡ്മിഷൻ കിട്ടും? പോണ്ടിയിൽ അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഏത് വിഷയമാണെങ്കിലും നമ്മൾ മിനിമം +2 പാസ്സായിരിക്കണം. അതുപോലെ എലോങ് വിത്ത് എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? എലോങ് വിത്ത് 50% മാർക്ക്. നമ്മൾ കോമൺ സെൻസ് അല്ലേ, മിനിമം +2 പാസ്സായിരിക്കുകയും വേണം. അറ്റ്ലീസ്റ്റ് ഒരു 50% മാർക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതെല്ലാ വിഷയത്തിനും ഏകദേശം സെയിം ആയിട്ട് ഈ റൂൾ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് BBA ആണ്. BBA പിന്നെ കൊമേഴ്സ് മാതിരി തന്നെയുള്ള വേറൊരു ബിസിനസ് കോഴ്സാണ്. സോ BBAക്കും ആവശ്യം അവിടെ 70 സീറ്റ്സ് അവൈലബിൾ ആണ്. BBAക്ക് മെയിനായിട്ട് മതി? അക്കൗണ്ടൻസി വേറെ കാര്യങ്ങളും പഠിക്കേണ്ട, ജസ്റ്റ് ബിസിനസ് സ്റ്റഡീസ് പഠിച്ചാൽ അഡ്മിഷൻ കിട്ടും. BBAക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അതുപോലെ നെക്സ്റ്റ് ആണ് BSc ഹോണേഴ്സ് ഇൻ അപ്ലൈഡ് ജിയോളജി. ഇതൊരു വെറൈറ്റി കോഴ്സാണ്. അപ്ലൈഡ് ജിയോളജി ഇത് അധികം എവിടെയും ഇല്ലാത്ത കോഴ്സാണ്. ഇതിന് വേണ്ട കോമ്പിനേഷനാണ് PCM ഉണ്ടെങ്കിൽ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിയോളജിയിൽ അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെയാണ് BSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണം? ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അഡ്മിഷൻ കിട്ടും? BSc കെമിസ്ട്രിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അവിടെ അറൗണ്ട് 25 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം റൂൾസ് തന്നെയാണ് വരുന്നത് BSc ഫിസിക്സിനും വരുന്നത്. സോ ഇത്രയുമാണ്. കെമിസ്ട്രിക്കും ഫിസിക്സിനും ഏകദേശം സെയിം റൂൾസാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഒരു ഹൈലി ഡിമാൻഡുള്ള കോഴ്സാണ് സൈക്കോളജിക്ക് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് വേണ്ടത്? സൈക്കോളജി തന്നെ മതി, ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് മതി. സോ നമ്മൾ CUETയിൽ സൈക്കോളജി സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മാത്രമേ പോണ്ടിയിൽ സൈക്കോളജിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൈക്കോളജി തന്നെ തിരഞ്ഞെടുക്കാൻ. നെക്സ്റ്റ് ആണ് കുറച്ച് BA കോഴ്സുകളിലേക്ക് നോക്കാം. BA ഹിസ്റ്ററി കിട്ടണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ ഡൊമൈൻ സബ്ജക്റ്റ് റിട്ടേൺ ചെയ്താൽ മതിയാകും. ഏതൊക്കെയാണ്? ഹിസ്റ്ററി ഉണ്ട്, ആന്ത്രപ്പോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസിന്
തുടങ്ങിയ കാര്യങ്ങൾ. അതായത് നമ്മൾ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ +2 ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസ് ഉറപ്പായി പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് CUT-യിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹിസ്റ്ററിക്ക് അഡ്മിഷൻ കിട്ടും. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്, ഏകദേശം സെയിമാണ് റിക്വയർമെൻറ്റ്സ്. പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി, ഇതിലേതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? BA പൊളിറ്റിക്കൽ സയൻസിന് അവിടെ അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ സോഷ്യോളജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സോഷ്യോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, വെറും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ പോലും സോഷ്യോളജിക്ക് പോണ്ടിയിൽ അഡ്മിഷൻ കിട്ടും. നെക്സ്റ്റാണ് വീണ്ടും കുറച്ച് BA കോഴ്സുകൾ. BA ഫിലോസഫി, ഇതിന് വേണ്ടത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പക്ഷേ ഇത്തരം കോഴ്സുകളൊന്നും ആരും പൊതുവെ തിരഞ്ഞെടുക്കാത്തതാണ് BA ഫിലോസഫിയൊക്കെ. നെക്സ്റ്റാണ് BA ഇംഗ്ലീഷ് നല്ല ഒരു ഹൈലി സോട്ട് ആഫ്റ്റർ കോഴ്സാണ്. സോ BA ഇംഗ്ലീഷിന് വേണ്ടത് എന്തായിരിക്കും? ഇംഗ്ലീഷിൽ, അതായത് നമ്മൾ ജസ്റ്റ് ജനറൽ ടെസ്റ്റിന് കൂടുതൽ ഇംഗ്ലീഷ് റിട്ടേൺ ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് സൂപ്പർ ആണെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടും. അതുപോലെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒന്നാണ് എന്ത്? ഇവിടെ പ്രൊഫഷണൽ ഇംഗ്ലീഷ്. ഇത് അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കോളേജ് പുതുച്ചേരിയിലാണ്. സോ ഇതിന് ഇവിടെ 30 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രമേ, ഇതൊരു വെറൈറ്റി കോഴ്സാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ടുള്ള സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങളാണെന്ത്? BSc ലൈഫ് സയൻസിൽ അവൈലബിൾ ആയിട്ടുള്ളതാണെന്ത്? ബയോളജി, അതുപോലെ PC ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. മാത്സ് റിട്ടേൺ ചെയ്യണമെന്നില്ല, കാരണം ലൈഫ് സയൻസിലുള്ളതാണ്. ഇതൊരു വെറൈറ്റി കോഴ്സാണ്. അതുപോലെ നെക്സ്റ്റ് ഒരു വെറൈറ്റി കോഴ്സാണ് BSc ബയോ ഇൻഫോർമാറ്റിക്സ്. അതൊരു മോഡേൺ കോഴ്സാണ്. ഇതിനും വേണ്ട റിക്വയർമെൻറ്റ് എന്താണ്? ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. സോ നമ്മൾ ഈ ടെക്നിക്കൽ കുറച്ച് ലൈഫ് സയൻസൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ എന്തായിരിക്കും പൊതുവെ നമുക്ക് എന്താവശ്യം ഉണ്ടാവില്ല? മാത്സ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ മാത്സ് നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സയൻസ് ഫീൽഡിലുള്ള കോഴ്സുകളാണ് ലൈഫ് സയൻസ്, ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ കോഴ്സുകൾ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫോറിൻ സ്റ്റഡീസിൽ, ഫോറിനിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഒരു എമർജിങ് കോഴ്സാണ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മളെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത് അഗ്രികൾച്ചർ, ബയോളജി ആൻഡ് എൻവയൺമെൻറ്റൽ സ്റ്റഡീസ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ, മിക്കവാറും ബയോളജി എല്ലാവരും ഡൊമൈൻ സബ്ജക്റ്റായിട്ട് സയൻസ് ഫീൽഡിലുള്ള എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഏത്? BSc ഹോണേഴ്സ് ഇൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിനവിടെ 25 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൂൾ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് BA ഇൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ മാസ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതായത് ജേർണലിസം, TV ഫീൽഡ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, അതിലൊക്കെ നല്ല താല്പര്യമുള്ള, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സാണ് BA ഹോണേഴ്സ് ഇൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനെന്തായിരിക്കും? ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് എഴുതണം? ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മാസ് മീഡിയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇതിലേതെങ്കിലും ഒന്ന് ഡൊമൈൻ സബ്ജക്റ്റായിട്ട് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? BA ഹോണേഴ്സ് ഇൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അവിടെ അഡ്മിഷൻ കിട്ടും. അവിടെ 25 സീറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് BBA ഇൻ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫൈൻ ആർട്സ് കോഴ്സാണ്. അതായത് റെഗുലർ കോഴ്സ് അല്ല. അതായത് ഈ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ്. അപ്പോൾ അതുവരെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത്രയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള BA ആൻഡ് BScയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഏത് എക്സാം റിട്ടേൺ ചെയ്താലാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക? CUT വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന അടിപൊളി കോഴ്സുകളാണ്. ഇത്രയുമാണ് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിയിലുള്ളത്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമ്മൾ മലയാളികൾ അത്യാവശ്യമുള്ള നല്ലൊരു അതുപോലെ തന്നെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം കേരളീസ് ഇഷ്ടം പോലുള്ളൊരു സ്ഥാപനമാണ്. സോ യു ഫീൽ ഹോം ദർ. സോ ഇത്രയുമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ്.